അതുകൊണ്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ആസിഫിൻ്റെ നോട്ടത്തിനെ പറ്റി പറയുന്നത്. അതെങ്ങനെയാണ് അത് എല്ലാം ഉണ്ട്, കണ്ണിലെല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മൂപ്പരെന്നെ ഇട്ട സാധനമാണ് അത്. അത് എന്ത് രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഒറിജിനാലിറ്റി കൊണ്ടുവരുന്നത്. കഥ കേൾക്കുമ്പോൾ നമുക്കൊരു കിക്ക് ഉണ്ടാവില്ല, ഓക്കെ ഇത് നമുക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു കിക്ക് വന്നാലാണ് നമുക്ക് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം എനിക്ക് എവിടെയും കിട്ടിയില്ല. ചിലതെല്ലാം ഉണ്ടാവും, ചില കണ്ടൻറ്റ് ഇപ്പോൾ ക്ലൈമാക്സിലുണ്ടാവാം, പക്ഷെ നമുക്ക് ടോട്ടലി ഓക്കെ ഇത് നമ്മൾ എല്ലാം കൊണ്ടും ഇത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു സെൽഫിഷ്നെസ് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. പിന്നെ കാണുന്നത് 8 ദിവസം കഴിഞ്ഞിട്ട് മച്ചാൻ എന്നോട് എഴുതി തീർത്ത് എന്നോട് പറഞ്ഞ് വായിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായൊരു കിക്ക് ഉണ്ടല്ലോ, അയ്യോ അതിപ്പോഴും ആ കിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നില്ല. സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് അസിസ്റ്റൻ്റ് ആകണോ? അപ്പം പറഞ്ഞു, അപ്പോൾ എനിക്ക് ഉപദേശമായിരുന്നു സാർ, അപ്പോൾ മോനെ നീ ഈ ഒരു നല്ലൊരു ലോകത്ത് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ഫിലിമെന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണെന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞു. അപ്പോൾ അത് ദൃശ്യമായിട്ടുള്ള ഭയങ്കര സാമാന്യമൊന്നുമല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ള നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ സന്തോഷം ആക്ച്വലി എന്താ പറഞ്ഞാൽ ആ ലെവലിലുള്ള ആൾക്കാർ ചിന്തിക്കാൻ നമ്മളെ മൂവിനെ അത്രയും ലെവലിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യത്തോടെ പറയാൻ പറ്റും ഇത് ഒറിജിനൽ കണ്ടന്റ് ആണെന്നുള്ള ധൈര്യത്തോടെ പറയാൻ പറ്റും. ഇതിന് സ്പോയിലർ എല്ലാം എഴുതിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യം, അതെ അതും പൈറസി തന്നെയാണ്. ഈ കുട്ടേട്ടനെ പറഞ്ഞപ്പോഴേ, കുട്ടേട്ടനെ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹുക്കായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടേട്ടന് ഈ സ്റ്റെയർ കേസ് നടന്നു പോകുന്നുണ്ടല്ലോ, അത് ഭയങ്കര, അതായത് ഇയാളവിടെ ഭയങ്കര ഉറപ്പിച്ച് ചവിട്ടിയുടെ പോകുന്നത്, അവിടെ കൺഫ്യൂഷനാണ്. ഇത് തന്നെയാണ് ഈടെ ഉറപ്പിച്ച് അത് ഈ പറഞ്ഞ കഞ്ഞി പിടിച്ചിട്ട് ഏറ്റു പോകുമ്പോഴാണെങ്കിലും അല്ലാതെയുള്ള കോൺവെർസേഷനിലൊക്കെ ആണെങ്കിലും ഇയാളുടെ നടത്തത്തിൽ ഭയങ്കര ഉറപ്പാണ്. അത് ഭയങ്കര നല്ലൊരു ഡീറ്റെയിൽ തോന്നിയിരുന്നു. ഇയാളുടെ ക്യാരക്ടറിനോട് ഭയങ്കര നീതി പുലർത്തുന്ന പോലെ. പിന്നെ ഈ അപ്പുപിള്ളയുടെ നോട്ടങ്ങളിൽ എപ്പോഴും ഈ പുരുക ഇങ്ങനെ ഈ കൺഫ്യൂഷൻ ത്രൂ ഔട്ട് ഉണ്ട്. പുരി ഇങ്ങനെ പിടിച്ച് അയാളിങ്ങനെ പതിയെ വായ തുറന്ന് കൺഫ്യൂസ്ഡ് ആവുന്നു. ഇത് ഭയങ്കര രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അത് ഈവൻ ആ കാർ ഹോൺ അടിക്കുമ്പോഴും അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കുട്ടിയായിട്ട് ഭയങ്കര രസമായിട്ട്. ഇതെല്ലാം മൂപ്പര ഗോളായിരുന്നു കേട്ടോ. ഇതെല്ലാം കൈ ഇങ്ങനെ മറ്റേതെല്ലാം ഒക്കെ ടെൻഷനാകുമ്പോൾ നമുക്ക് വേറെ, പക്ഷെ ഈ കൈ അല്ലെങ്കിൽ ഇത് അമ്മിണിപ്പിള്ളയിലും ഇവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതിൻ്റെ ക്യാരക്ടറിൽ ആക്ച്വലി ഇങ്ങനെ കൈ കുറച്ച് സ്വാധീനം കുറവുള്ള ക്യാരക്ടർ, അത് കുട്ടൻ്റെ കോളായിരുന്നു. അത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അപ്പം എന്ന് പറഞ്ഞാൽ മൂപ്പരൊരു പ്രോപ്പർ വേറൊരു ക്യാരക്ടറായിട്ട് മാറി. അത് നോർമലാണെങ്കിൽ അത് എപ്പോഴും കാണുന്നവർക്ക് ക്ലീഷേ, അംശങ്ങളൊന്നും ഇല്ല. അതെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതെല്ലാം ഭയങ്കര രസമായിട്ട് പടത്തിൽ സിനിമയെ ശരിക്കും ഭയങ്കര എൻഹാൻസ് ചെയ്തു 100%. അതിപ്പോൾ ഈ കുട്ടേട്ടൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആസി അപർണയും പറയണം. അതായത് ഈ ആസിയുടെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ കൊണ്ടു നടക്കുന്ന ഇമോഷണൽ ബാഗേജ്, ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസരങ്ങൾ, ഇയാളുടെ പെയിൻ, അതാണല്ലോ നമ്മളെ എൻഡിലും നമ്മളെ ലോക്കാക്കുന്നത്. ഈ ഒരു നെവർ എൻഡിങ് പെയിൻ പോലെ ഇയാളത് ക്യാരി ഓവർ ചെയ്യുന്നതാണ്. ഇത്രയും മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ആസിയെ വെച്ച് ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ കൂടി ഭയങ്കര കുറവാണല്ലോ ആസി ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പെയിൻ, ഗ്രീഫ് ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ക്യാരക്ടേഴ്സിൽ ആസിയെ മനസ്സിൽ കാണുന്നു, ആസിയോട് നരേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആസിയെ അജയനാക്കണം. അത് നമ്മൾ മേക്കപ്പിനൊക്കെ അപ്പുറം ഡയറക്ടറുടെ ഫീൽഡിലൂടെ ആസിയെ അജയനാക്കി മാറ്റണം. ആ പ്രോസസ്സ് ശരിക്കും എങ്ങനെയായിരുന്നു? അതന്നെ ഈ അജയൻ എന്നുള്ള ക്യാരക്ടർ എനിക്ക് പെട്ടെന്ന് ആസി എന്നോട് ചോദിച്ചു എങ്ങനെയായിരിക്കും ഇവിടെ അയാൾ. അപ്പോൾ എനിക്ക് എന്തായാലും മീശ എന്നുള്ള എലിമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് വേണം. പിന്നെ നര കൊടുത്തു. പിന്നെ പിച്ചയുടെ നമ്മുടെ സ്റ്റൈലില്ലേ, ഹെയർ സ്റ്റൈല്, ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തു. ഓക്കെ ഇതിങ്ങനെ കുറച്ച് കൂടുതൽ മുടിയില്ലാതെ ആൾക്കാരെല്ലാം അങ്ങനത്തെ എല്ലാം ഡീറ്റെയിലിംഗ് കൊണ്ടായിരിക്കും ആ ഒരു മെച്യൂർഡ്നെസ് ഉള്ള ക്യാരക്ടറായിട്ട് വന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അയാളുടെ ഡ്രസ്സ് യൂസ് ചെയ്ത് അങ്ങനത്തെ കളേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്തെല്ലാം എനിക്കൊന്നും ഭയങ്കര കോൺട്രാസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മെച്യൂർഡായ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സിങ് എല്ലാം കുറച്ചും കൂടി ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ കണ്ടിട്ടുണ്ട് കുറച്ച് ഡിഫറെൻറ്റ് ഡ്രസ്സസ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ആ മീൻസ് ഒരു
ആ ഏജിൽ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മുന്നേ ഒരു 2 കൊല്ലം അല്ല 10 കൊല്ലം മുന്നേ ഇടുന്ന ഡ്രസ്സല്ലല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ, നമ്മുടെ ടോട്ടൽ സ്റ്റൈൽ എല്ലാം മാറും. അങ്ങനത്തെ കുറേ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി ആസിഫിനെ പോലത്തെ അത്രയും ബ്രില്യൻ്റ് ആക്ടർ ആക്ച്വലി അമ്മിണിപ്പിള്ളയെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അമ്മിണിപ്പിള്ളയാണ് ആസിനെ നിങ്ങൾക്കൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അതുവരെ കാണാത്ത ഒരു ആസിനെയായിരുന്നു നമ്മൾ അമ്മിണിപ്പിള്ള കണ്ണിങ് ആയിട്ടുള്ള ഷോൾഡർ ചെയ്യുന്ന ഏട്ടൻ മുതിർന്ന എന്താ പറഞ്ഞാൽ അതുവരെ ഒരു പടത്തിലും അങ്ങനെ ഇല്ലാത്ത ഒരു ആസീനെ കാണും. അത് എനിക്കുള്ള ഭാഗ്യം തോന്നുന്നു. കാരണം കറക്റ്റായിട്ട് ആസീന് ഇങ്ങനത്തെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വേറൊരു കഥ, ഭർത്താവ് മകൻ അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് ലാൻഡപ്പ് കിഷ്കിന്ധാകാന്ഡത്തിലും കാണിക്കാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ അപർണയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അപർണയാണ് അപർണയിലൂടെയാണ് അപർണയുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. അപർണയ്ക്കുള്ള ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്കുണ്ട്. നമ്മളാണ് ചിലപ്പോ ആ വീട്ടിലൊക്കെ ഒന്ന് പരിധിയേക്കാം, അന്വേഷിച്ചേക്കാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് ആണല്ലോ. അപർണ എന്തുകൊണ്ടായിരുന്നു ഒരു ചോയ്സ് ആയി മാറി? അപർണ ഫസ്റ്റ് ചോയ്സ് അല്ല അപർണ. പക്ഷേങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് ഓക്കെ നമുക്ക് ആസിൻ്റെ നല്ല കോംബോ ആരെന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മെച്ചുവേർഡായിട്ടും തോന്നണം. നമുക്ക് ഭയങ്കര പ്ലാസ്റ്റിക് ഇമേജിലുള്ള ആരെയും വേണമെന്നുള്ള ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അപർണൻ്റെയിലേക്ക് ലാൻഡ് ആയത്. അപർണ ഓക്കെ നന്നായിട്ടുണ്ടല്ലോ, നമ്മൾ അപർണ നല്ലൊരു കോംബോ. മീൻസ് ഓൾറെഡി അവർ പല പടങ്ങളിലും ഭയങ്കര ഹിറ്റ് കോംബോ ആണ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അപർണ ഭയങ്കര കുറച്ച് വെയിറ്റ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഗെയിൻ ചെയ്ത് ഇരിക്കുന്ന സമയം. അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്ലസ്സായി മാറി. എന്താ പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പടത്തിൽ അപർണയെ കാണുമ്പോൾ കുറച്ച് ഒരു ലേറ്റ് 30s ഉള്ള സ്ത്രീൻ്റെ നമുക്കത് കറക്റ്റായിട്ട് അത് അപർണയിലൂടെ നമുക്ക് അത് കാണിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പം ഞാൻ തീരുമാനിച്ചു ഓക്കെ ഇത് അപർണ തന്നെ. അപ്പോൾ അപർണയുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ അപർണ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ കക്ഷ്യാമ്പനിപ്പിള്ള കഴിഞ്ഞിട്ടുള്ള അടുത്ത പടത്തിനുള്ള ഭയങ്കര ഒരു ലോങ് ജേർണി ഉണ്ടല്ലോ, 4 വർഷത്തോളം 5 വർഷമാവുന്നല്ലേ ടൈം പീരീഡ് വലുതാണല്ലോ. ശരിക്കും ഈ ടൈം പീരീഡില് ഈ കിഷ്കിന്ധാകാന്ഡത്തിലുള്ള ജേർണി, കിഷ്കിന്ധാകാന്ഡത്തിൽ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഒരുപാട് കഥകൾ എന്തായാലും ആലോചിച്ചാണ്. അതെ തന്നെ പല കഥകളും സൈഡിലായിട്ട് ഇങ്ങനെ കഥകൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കഥ കേട്ടിട്ടില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്കൊരു കിക്ക് ഉണ്ടാവില്ല. ഓക്കെ ഇതോടാ ഇത് നമുക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു കിക്ക് വന്നാലാണ് നമുക്ക് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം എനിക്ക് എവിടെയും കിട്ടിയില്ല. ചിലതെല്ലാം ഉണ്ടാവും, ചില കണ്ടന്റ് ഇപ്പോൾ ക്ലൈമാക്സിലുണ്ടാവാം. പക്ഷെ നമുക്ക് ടോട്ടലി ഓക്കെ ഇത് നമ്മൾ എല്ലാം കൊണ്ടും ഇത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു സെൽഫിഷ്നെസ് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മൊമെൻ്റ് എനിക്ക് എവിടെയും കിട്ടില്ല. അത് ഞാൻ എല്ലാ ഇപ്പോൾ എന്നോട് കഥ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുള്ളൂ, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞാൻ പിന്നെ അതിന് ശേഷം പറഞ്ഞാൽ ഇല്ലാതെ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് അവരോട് ഓക്കെ നമുക്ക് നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഫുള്ളി കൺവിൻസ്ഡ് ആയിരിക്കില്ല. പിന്നെയും നമ്മൾ ഓക്കെ നോക്കാമെന്നെല്ലാം പറഞ്ഞാൽ അവരെ നമ്മൾ ചതി ചെയ്യുന്ന പോലെയാണ്. പക്ഷേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ബാഹുല് കറക്റ്റായിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മൂപ്പര് നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിസ്കഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്നൈയിലും അവൻ പയ്യന്നൂർ. അപ്പോൾ ഈ സമയത്ത് മൂപ്പര് എന്നോട് ചോദിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഒരു സംഭവം മൂപ്പര് എഴുതി. അപ്പോൾ ഓൾറെഡി ബാഹുല് നല്ല റൈറ്ററായിരുന്നു. അപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതി. അത് ഞങ്ങൾ വായിച്ചു ഓക്കെ ഇത് നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മൂപ്പര് പെട്ടെന്ന് പറഞ്ഞത് ചേട്ടാ എനിക്കൊരു തോട്ടം കൂടിയുണ്ട്, ഞാൻ അത് വെക്കട്ടെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കാണുന്നത് 8 ദിവസം കഴിഞ്ഞിട്ട് മച്ചാൻ എന്നോട് എഴുതി തീർത്ത് എന്നോട് പറഞ്ഞ് വായിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായൊരു കിക്ക് ഉണ്ടല്ലോ, അയ്യോ അതിപ്പോഴും ആ കിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നില്ല. എന്താണ് അതാണ് ആ എനർജിയാണ് ഇപ്പം ഭയങ്കര അക്യുമുലേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ എനർജി ആയിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് നിൽക്കുന്നത് ആ പടത്തിൽ. അപ്പോൾ അതാണ് ആ കിക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിജയരാഘവനോട് പറയുമ്പോഴും ആസിനോട് പറയുമ്പോൾ എല്ലാ ടെക്നീഷ്യൻസിനോടും ഇത് നമ്മൾ നറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു കിക്ക് അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് അപ്പോൾ അതാണ് അങ്ങനെ
ഈ കക്ഷ്യാമണി പിള്ളേര് ഭയങ്കരമായിട്ട് ഇവരുടെ ഉള്ളിൽ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ, വെർബൽ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റബിൾ ആയിട്ടുള്ള സിനിമയായിരുന്നു. ഇവിടെ വരുമ്പോഴും ഈ പേഴ്സണൽ റിലേഷൻഷിപ്പുകളിലുള്ള ബോണ്ടിങ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ ഹ്യൂമൻ ഇമോഷൻ ചില സമയങ്ങളിൽ ഭയങ്കര ജെനുവിൻ ആയിരിക്കും, ചില സമയത്ത് ഇവർ പലതും പ്രിറ്റൻഡ് ചെയ്യും, ചില സമയത്ത് ആക്ട് ചെയ്യും. ഈ ഹ്യൂമൻ ഇമോഷനിൽ ആളുകൾ അനുസരിച്ച് ഇത് വേരി ചെയ്യുന്നുണ്ട്, പല തരത്തിലേക്ക് ആളുകൾ റിയാക്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഇത് എഴുത്തിൽ ഒരു ടെക്സ്റ്റ് കിട്ടുന്നുണ്ട്, മേക്കിങ്ങിൽ ഇവർ ഇമോഷണൽ കണ്ടിന്യൂറ്റി പറയുന്ന പോലെ ഇവർ ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇവരുടെ ഫ്ലക്ച്വേഷൻ ഉള്ളതാണ് ഹ്യൂമൻ ഇമോഷൻ എല്ലാ കാലത്തും. അത് ശരിക്കും എങ്ങനെയാണ് അതിന്റെ ഒരു ബാലൻസ്? ഇപ്പൊ ഈ പറഞ്ഞ ക്രൊണോളജിക്കൽ ഓർഡറിലല്ല ഷൂട്ട് ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യം പിടിക്കണം. അല്ല, അതാണ് ഡയറക്ടറിന്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് എല്ലാവർക്കും പെട്ടെന്ന് പാളിച്ച പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് സീരിയസ്നെസ്സിൽ ഓക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, ആ കറക്റ്റ് ഇമോഷൻസ് ക്യാരി ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പണിപാളി. അപ്പോൾ ഇപ്പോൾ അമ്മിണിപ്പിള്ളേർ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മെസ്സേജ് ആയിട്ടുള്ള ഒരു പടമാണ്. അത് ഇമോഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന അതാണ്. ഓരോ സീൻ വൈസ് ഓരോ ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ, ഓക്കെ ഈ ക്യാരക്ടർ ഈ ലെവലിൽ മാത്രമേ നമ്മൾ സഞ്ചരിക്കുള്ളൂ എന്നുള്ള നമുക്കൊരു മൈൻഡിലൊരു സംഭവം ഉണ്ടല്ലോ. എന്താണ് അവരുടെ മാനറിസം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരിങ്ങനെ നോക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ നോക്കില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ പിടിക്കാൻ പറ്റും. ഓക്കെ ഇയാൾ 100% അപ്പുപള്ളി ഇങ്ങനെ നോക്കുകയില്ല കാരണം. അപ്പോൾ ആ നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുപള്ളിയല്ല, അവിടെ വിജയരാഘവനാവും. അപ്പോൾ അങ്ങനത്തെ കോള് ആണ് നമ്മള് എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സിന്റെ അടുക്കുന്ന വരേണ്ട ഏറ്റവും വലിയ കാര്യം തോന്നുന്നു. അവിടെ പാളിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ആക്ടേഴ്സിൻ്റെ അടുക്കുന്നുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ അല്ലേ. എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ആസിഫിൻ്റെ നോട്ടത്തിനെ പറ്റി പറയുന്നത്, അതെങ്ങനെയാണ് അത് എല്ലാം ഉണ്ട്, കണ്ണിലെല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻ. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു കോളും ഉണ്ട്, അത് ചെറിയ രീതിയിൽ ഇമോഷൻസ് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് പറയാം. യാസിഫിനെ നോട്ടത്തെറ്റി പറഞ്ഞപ്പോൾ അപർണ യാസിഫും കൂടെ ബാൽക്കണിയിലിരിക്കുന്നു. അപർണ ലാപ്ടോപ്പിൽ വീഡിയോ കണ്ടിട്ടിരിക്കുന്നു. പെട്ടെന്ന് അപർണ യാസിഫിനോട് കാര്യം ചോദിക്കുന്നു. യാസിഫ് പക്ഷേ ഇവിടെ അല്ല, ലോക്കല്ല, യാസിഫ് വേറെ എവിടെയോ ഇരിക്കുന്നത്, ടക്കുന്നേന്ന് ചോദിക്കുന്നുണ്ട്. യാസിഫ് പലപ്പോഴും സിനിമയിൽ സൈലന്റ് ആണ്, കുറെ ഒന്നും സംസാരിക്കുന്നില്ല, ഇയാൾ ലോസ്റ്റ് ആണ് പല മൊമെന്റുകളും. ആ ഒരു സീക്വൻസ് അതിങ്ങനെ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും പരിപാടികളൊക്കെ എന്തായിരിക്കും യാസിഫ് ചിന്തിച്ചിട്ടുണ്ടാവാന്നുള്ളത് ഉറപ്പായിട്ട് ആ വിഷ്വലിൽ അതിന് കണക്ട് ചെയ്തായിരിക്കാം. അതെ, അതൊന്നും സ്ക്രിപ്റ്റിലെ ഡയലോഗെല്ലാം സ്ക്രിപ്റ്റിലുള്ളതാണ്, അല്ലാണ്ട് അവിടെ ഇംപ്രൂവൈസ് ചെയ്തതല്ല. പക്ഷേങ്കിൽ അത് കറക്റ്റായിട്ട് ആസി അത് റെൻഡർ ചെയ്ത് എടുത്തത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ആണെന്നുള്ള ആ സാധനം പ്രോപ്പറായിട്ട് കൺവേ ചെയ്യിപ്പിച്ചു. നല്ല ബ്യൂട്ടി. അതാണ് ഇതെല്ലാം ഇവരുടെ കോൺട്രിബ്യൂഷൻ. അടി കിട്ടുമ്പോഴുള്ള റിയാക്ഷൻ അതെ, അതുമാതിരി അതേപോലെ തന്നെയുള്ള സീനാണ് മറ്റേ അപ്പുപിള്ള ഒരു വീഴുന്ന ഒരു സാധനമുണ്ട്, സീന് പറയുന്നില്ല, ഇവിടെ നോക്കണം അവിടെ നോക്കണം. അതെല്ലാം മൂപ്പരൻ്റെ ഇട്ട സാധനമാണ് അത്. അത് എന്ത് രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഒറിജിനാലിറ്റി കൊണ്ടുവരുന്നത്, ടോട്ടൽ സീനിൻ്റെ ബ്യൂട്ടി ഉണ്ടാക്കുന്നത്. അത് കുറേ ചെറിയ സാധനം. അതാണ് ഞാൻ ഇപ്പം കാണുമ്പോഴാണ് പോയി ഇതെല്ലാം നമ്മളന്ന്. ശരിക്കും നിങ്ങളുടെ ഒരു സിനിമാറ്റിക് ജേർണി എങ്ങനെയാ ഫസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ? ഫസ്റ്റ് മുതൽ അതെല്ലാം ഒരു കഥ തന്നെ ഉണ്ട്, അത് ടൈം എടുക്കും. ഞാൻ ആക്ച്വലി ആർട്ടിസ്റ്റാണ്, ബേസിക്കലി ഞാൻ ആർട്ടിസ്റ്റാണ്, ഫാമിലിയിലുള്ള ആർട്ടിസ്റ്റാണ്. അമ്മയെല്ലാം ഭയങ്കര നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഞാൻ ഫൈൻ ആർട്സ് കോളേജ് ജോയിൻ ചെയ്തു, ചെന്നൈ ഫൈൻ ആർട്സ് ആയിരുന്നു. അവിടുന്ന് ഈ സമയത്ത് ഈ ആൾക്കാരെല്ലാം നമ്മളോട് പറയും, ആ സമയത്ത് ഇപ്പോഴാണല്ലോ നമുക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്നത്. ആൾക്കാർ ഓക്കെ ഇടാ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ഇതിൽ പഠിച്ചോ, അല്ലെങ്കിൽ നീ ഇതിൽ. അപ്പോൾ അങ്ങനെ ഗൈഡൻസ് ഒന്നും കിട്ടുന്ന ആ സമയത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്കറിഞ്ഞെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനത്തെ വരക്കും നന്നായിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ എന്തിനു പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഫൈൻ ആർട്സ് പോകും, അവിടെ ഈ ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്നെല്ലാം പറഞ്ഞ സംഭവമുണ്ട്, ഫാഷൻ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെന്നൈയിലെത്തി. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തു. അപ്പം അഡ്വർടൈസിങ്ങിൻ്റെ സാധ്യതകൾ ഇങ്ങനെ കണ്ടപ്പോൾ
അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനിമേഷൻ ഭയങ്കര ബൂം ചെയ്യുന്നത് കാണുന്നു. അപ്പം ഞാൻ ആക്ച്വലി ONM-ൽ ഒരു ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ONM ചെയ്യുന്നത് എന്നോട് ഒരു മോഹൻദാസ് എന്നിട്ടും പറഞ്ഞ ഒരാൾ, മോനെ നീ നന്നായിട്ട് വരയ്ക്കുന്നതാണ്, നീ ഇവിടെ തന്നെ ആയിപ്പോവും, ഇതിൻ്റെ ജീവിതം പോഞ്ഞാട്ടിയാവും, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് മെല്ലനെ പോയിട്ട് ആനിമേഷൻ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഞാൻ ആനിമേഷൻ പഠിക്കുന്നു. അത് 3D ആനിമേഷൻ അപ്പോഴാണ് വന്നത്. അപ്പം പെൻഡാമീഡിയെല്ലാം ഭയങ്കര ബൂമായിട്ട് നിൽക്കുന്നു പെൻഡാമീഡിയ. അപ്പോൾ അവിടെ നിന്ന് ഒരു പെൻഡാമീഡിയയിൽ ഒരു മോഡലിംഗ് ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അയാൾ എനിക്ക് മായ പഠിപ്പിച്ചു. മായ ആ സമയത്ത് ഭയങ്കര കോസ്റ്റ്ലി ഇതായിരുന്നു. പക്ഷേ ഇയാളെടുക്കുന്ന 20,000 ഞാൻ മായ പഠിച്ചപ്പോൾ പിന്നെ ഇയാൾ എന്നോട് പറഞ്ഞു, സാർ എഴിൽ വേന്ദൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സാറാണ്. അപ്പോൾ എഴിൽ സാറ് ബാംഗ്ലൂരിൽ വന്നിട്ട് ഞാൻ അവിടെ ഒരു കമ്പനി ചേരുന്നു, നിങ്ങൾ ബാക്കിയുള്ള കോഴ്സെല്ലാം അവിടെ ചെയ്യാം, ഞാൻ അവിടെ നിന്ന് അങ്ങനെ ബാംഗ്ലൂർ എത്തുന്നു. ചെന്നൈ ടു ബാംഗ്ലൂർ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോയി ഭയങ്കര കഷ്ടമായിരുന്നു. അന്ന് പ്രണയം ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പോൾ ഇവളെല്ലാം വിട്ട് പോയി ലാസ്റ്റ് അവിടുന്ന് ജോലി കിട്ടി, പെട്ടെന്ന് ജോലി കിട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് തന്നെ 3D നന്നായിട്ട് ചെയ്യുന്ന ഒരു മോഡലിംഗ് നന്നായിട്ട് ചെയ്യും 3D. പെട്ടെന്ന് ആനിമേഷനിലേക്ക് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഒരു കമ്പനി അങ്ങനെ കയറി പൂനെയിലെത്തി. പൂനെയിൽ റിലയൻസ് എൻ്റർടൈൻമെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഹാൻഡി ക്യാം, ഇപ്പോൾ പണ്ടത്തെ വലിയ ഹാൻഡി ക്യാമല്ലേ, അതെടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ചെറിയ ക്ലിപ്സ് എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ആക്ച്വലി ഫിലിം എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ ഞാൻ ഇതെടുത്തിട്ട് നടക്കില്ലല്ലോ. കോൺഷ്യസ്ലി എനിക്ക് എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് അങ്ങനെ ഗൈഡൻസ്. പക്ഷേ ആനിമേഷൻ ഇറ്റ് സെൽഫ് ഒരു ഫിലിം മേക്കിംഗ്, ഒരു സീനുകൾ ഉണ്ടാക്കുക. ആനിമേഷൻ്റെ എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം നമ്മളൊരു ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് അതിൽ ക്യാമറമാൻ, ഞാൻ തന്നെയാണ് ഡയറക്ടർ, ഞാൻ തന്നെയാണ് ആക്ടർ, കോസ്റ്റ്യൂം ഡിസൈനർ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഷോട്ടിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ നമുക്കുള്ള ഒരു സെൻസ് ഉണ്ടാവില്ല, അത് ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ ഇത് ആ സമയത്താണ് ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ക്രാഷ് കോഴ്സ് എനിക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ ഒരു ക്രാഷ് കോഴ്സ് ഞാൻ ചെയ്തു. അപ്പോൾ ക്രാഷ് കോഴ്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് ഭയങ്കര ഹിറ്റായി. അപ്പോഴാണ് നമ്മൾക്ക് തന്നെ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്, നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നതും. പിന്നെ ആ സമയത്ത് നമ്മൾ ഈ ഭയങ്കര ലോ ഓഫ് അട്രാക്ഷൻ, മറ്റേ മാനിഫെസ്റ്റും മറ്റേ സീക്രട്ടും എല്ലാം ഇങ്ങനെ അതിൻ്റെ എനർജിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ ഇതല്ല എൻ്റെ ജീവിതം. നല്ല സാലറിയിലും ഉള്ള സമയമായിരുന്നു. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് നല്ല ആൾക്കാർക്ക് അവിടെ പിടിച്ചു വലിച്ച് വേറെ കമ്പനീസിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഡിമാൻഡായിരുന്നു. ഇപ്പോൾ എത്ര പേര് ഓരോ കോളും വരുന്നുണ്ട്, നമ്മൾ ഇത്ര പാക്കേജ് ചെയ്യാം, നിങ്ങൾ വരൂ, അങ്ങനെ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല കേട്ടോ, അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓക്കെ എന്താ പറഞ്ഞാൽ ആനിമേഷൻ നമ്മൾ വലിയ റിലയൻസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയാണ്. 2,000-3,000 സ്റ്റാഫ്സ് എല്ലാം ഉള്ള അന്നത്തെ കാലത്ത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ചോരൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ആ ഒരു മടുപ്പലായപ്പോൾ റിസൈൻ ചെയ്തു. നേരെ ചെന്നൈ പോയി. ആ സമയത്ത് ഞാൻ ഒരു ഫ്ലാറ്റും എടുത്തിരുന്നു. അപ്പോൾ ഫ്ലാറ്റ് എടുത്ത് EMI വലിയൊരു EMI ആയിരുന്നു. അപ്പോൾ വിടുമ്പം തന്നെ പാരൻസ് എല്ലാം ചോദിച്ചു, മോനെ ഇത് നീ എടുക്കുന്ന വലിയൊരു ഡിസിഷൻ ഇതാണ്, എന്തെങ്കിലും പാളിച്ച പറ്റിയത് ഭയങ്കര അപകടമാണെന്നുള്ള. പക്ഷെ ഓക്കെ എന്തോ എന്നുള്ള അന്നത്തെ ധൈര്യം ഭയങ്കരമായിരുന്നു. പക്ഷെ ഞാനിപ്പോഴും ആലോചിക്കുന്ന അന്ന് ആ ഒരു കോൾ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ 100% ഇപ്പം ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റ് പണ്ടാരടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അന്നെടുത്ത് അപ്പം എനിക്കൊരു ഗൗതം മേനോൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കസിൻ അയാളുമായിട്ട് നല്ല അടുപ്പമുള്ള, പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് അന്ന് നടന്നില്ല. അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഏത് മൂവി, ഏത് ടൈം വരുന്നത്? 2011-12 ആ സമയത്ത്. അപ്പം ആ സമയത്താണ് ഈ നാളെ ഞാൻ ട്രൈ ഞാനായിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് പ്രോപ്പർ ഒരു ചെറിയ ഷോർട്ട് ഫിലിം വേണ്ടി ഇവർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോഴായിരുന്നു കാർത്തിക് സുബരാജെല്ലാം. എനിക്കൊന്ന് അവരെ ബാച്ചിലായിരുന്നു എനിക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ അവരെ ബാച്ചിലായിരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ എനിക്കൊരു കോള് വരുന്നു നാട്ടിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്. ഇങ്ങനെ ഇവിടെ നിങ്ങളൊരു ആനിമേഷൻ ഡയറക്ടറായിട്ട് നിൽക്കാൻ പറ്റും, ഒരു പ്രീ പ്രൊഡക്ഷൻ. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ടോർപിഡോ എന്ന് പറഞ്ഞിട്ടൊരു ആനിമേഷൻ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലെല്ലാം ഉണ്ട്, കുട്ടികൾക്കുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു, ഞാൻ ഒരു 3 മാസത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ, ഞാൻ പ്രീ പ്രൊഡക്ഷൻ ലെവലിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പോകാമെന്നുള്ള രീതിയിലാണ് വന്നത്.
വന്നപ്പം തന്നെ പിന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു അത് തീർക്കുന്ന പോലെ ഇരിക്കേണ്ടി വന്നു. എന്നാൽ ഒന്നെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക്. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാനൊരു നമ്മുടെ ഈ ഒരു കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യാം, ഫിലിം സർക്കിളിൽ പോകാമെന്നുള്ളൊരു എനിക്ക് ആരും അറിയില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ കമ്പനി കീ ഫ്രെയിംസ് എന്നുള്ള കമ്പനി, സന്ദീപാണ് അതിൻ്റെ ഓണർ. അപ്പോൾ സന്ദീപ് VFX തുടങ്ങി അവിടെ. VFX തുടങ്ങി ഫിലിമിൻ്റെ ആൾക്കാർ കയറി വന്നു. അപ്പോൾ ആട്, ഇങ്ങനത്തെ പടങ്ങളെല്ലാം നിങ്ങൾ CG ചെയ്യാൻ തുടങ്ങി. CG VFX ഡയറക്ടറായിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴുള്ള ബന്ധമാണ് ഈ ഷൈൻ ചേട്ടൻ, എബ്രിഡ് ഷൈൻ ചേട്ടൻ, മിഥുൻ മാനുവൽ, ഇങ്ങനെ റോജിൻ, ഇങ്ങനെ കുറച്ച് പേരെല്ലാം നല്ല ബന്ധമായി. അപ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടി. ഓക്കെ, ഇവരിലൂടെ നമുക്ക് എന്നെ ആക്ച്വലി ലാൽ ജോസ് സാർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് അന്ന് അമൃതയിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആനിമേഷൻ VFXൻ്റെ ടെക്നിക്കൽ സൈഡ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് അസിസ്റ്റൻ്റ് ആകണോ? അപ്പം പറഞ്ഞു, അപ്പോൾ എനിക്ക് ഉപദേശമായിരുന്നു സാർ. അപ്പോൾ മോനെ, നീ ഈ ഒരു നല്ലൊരു ലോകത്ത് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ഫിലിം എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര കഷ്ടമാണെന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടു. പിന്നെ ആണ് എനിക്ക് ഈ ഷൈൻ ചേട്ടനാണ് എനിക്ക് നമ്മുടെ ദുൽഖറുമായിട്ടൊരു കണക്ഷൻ. ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് അത് സൻലേഷുമായിട്ട് ഞങ്ങൾ ഒരു ഫുട്ബോളിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഞാൻ ദുൽഖറോട് സംസാരിക്കുന്നത്, ദുൽഖറിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേങ്കിൽ ദുൽഖർ വായിച്ചില്ല, അത് അലക്സ് ഏട്ടനാണ് വായിച്ചത്, അലക്സി കുര്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ അലക്സ് ഏട്ടൻ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദുൽഖറിന് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷേങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒന്നും നടക്കില്ല, അതൊരു 4 വർഷമാവും, 3 വർഷമാവും. എന്ന് പറഞ്ഞാൽ അന്നായിരുന്നു മൂപ്പർ വലിയ വലിയ പടങ്ങൾ, മാർട്ടിൻ്റെ പ്രക്കാടിൻ്റെയും പടങ്ങൾ ചെയ്യുന്നു, ചാർലിയിലും. എനിക്ക് മനസ്സിലായിരുന്നു ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തില്ല. എൻ്റെ ഇടയ്ക്ക് ഒന്നും കാണിക്കുക എന്ന് പറഞ്ഞാൽ ആനിമേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിം, 3D ഷോർട്ട് ഫിലിം ഉണ്ട്, അത് ഭയങ്കര അവാർഡെല്ലാം കിട്ടിയ ഷോർട്ട് ഫിലിം, അതുമാത്രമേ എനിക്ക് കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മൂപ്പരോടും പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പ്രൂവ് ചെയ്യാത്തതുകൊണ്ടും അതും അസിസ്റ്റൻ്റ് ആവാത്തതുകൊണ്ടും ഇവർക്കുള്ള ഒരു ധൈര്യം ഇല്ലായ്മ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് പോയി. അതിന് ശേഷമാണ് എന്നോട് അലക്സേട്ടൻ പറഞ്ഞത്, നിനക്ക് ഇങ്ങനെ ആസിഫിനെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് അങ്ങനെ ആസിഫിലേക്ക് പോന്നു. പക്ഷേ ആസിഫ് അന്ന് ഓക്കെ എല്ലാം പറഞ്ഞു, പക്ഷേ മൂപ്പർക്ക് ഒരു ധൈര്യക്കേടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പ്രൂവ് ചെയ്യാത്ത. അതിങ്ങനെ നീണ്ടു ഒരു 2-3 വർഷമായി. പിന്നെയാണ് എനിക്ക് അപ്പോൾ നല്ല ബന്ധമുണ്ടായി, ആസിഫിൽ നല്ല ഒരു കണക്ഷൻ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മെല്ലന ആസിനോട് ഈ സബ്ജക്റ്റ് സൻലേഷൻ ഞാനും അമ്മിണിപ്പിള്ളയുടെ, പക്ഷെ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അന്ന്. പക്ഷെ അത് മൂപ്പർക്ക് ഹൂക്ക് ചെയ്തു. അങ്ങനെയാണ് അമ്മിണിപ്പിള്ളി ഉണ്ടായതും. പിന്നെ ഈ കിഷ്കിന്ദ കാണ്ഡം ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ്, റിവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഫേസ്ബുക്ക് എഴുത്തുകൾ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. എനിക്ക് തോന്നുന്നു ആളുകൾ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പെട്ടെന്ന് നോക്കുക ഫേസ്ബുക്കിലെ റിവ്യൂസ്, ബുക്ക് മൈ ഷോ റിവ്യൂസ്, ഇതിലൊക്കെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ദൃശ്യമായിട്ടുള്ള കമ്പാരിസൺ ആയിരുന്നു. ഈ പറഞ്ഞ ഫാമിലി, ഇമോഷണൽ, ഡ്രാമ, ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമകളായിട്ടുള്ള അതിൽ പലയിടത്തും ദൃശ്യത്തിനാണ് മികച്ചത്, ദൃശ്യം പോലെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ കമ്പാരിസൺ ഭയങ്കര ലൈവാണ് സോഷ്യൽ മീഡിയയിൽ. അത് ദിഞ്ചിത്തും കാണുന്നുണ്ടായിരിക്കുമല്ലോ. അതിലൊരു എന്താ പറയാ, കിഷ്കിന്ദ കാണ്ഡത്തിന്റെ മേക്കർ എന്ന രീതിയിൽ അതിലൊരു ടേക്ക് എന്താ ശരിക്കും? ഇല്ല, ഒബിയസ്ലി സന്തോഷമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഒക്കെ ദൃശ്യത്തിൻ്റെ ലെവലിൽ അവർ കാണുന്നു. പല മൂവീസ്, ചില മൂവീസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ മൂവി ഈ ലെവലിൽ എത്തി എന്നുള്ള കാര്യങ്ങളും പറയുമ്പോൾ സന്തോഷമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷേ അത് ദൃശ്യമായിട്ടുള്ള ഭയങ്കര സാമ്യതയൊന്നുമല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ള നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ സന്തോഷം ആക്ച്വലി എന്താ പറഞ്ഞാൽ ആ ലെവലിലുള്ള ആൾക്കാർ ചിന്തിക്കാൻ നമ്മളെ മൂവീനെ അത്രയും ലെവലിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇതിൽ ഏതൊരു എക്സിക്യൂഷൻ ടൈമിലോ എഴുത്ത് സമയത്തൊക്കെ അപ്പോൾ മലയാളത്തിൽ ബെഞ്ചുമാർക്കായിട്ടുള്ള ത്രില്ലേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ മുഖം, ഉത്തരം, ദൃശ്യം വരുന്നു, ആർക്കറിയാം, ഇതിലെല്ലാം ഇമോഷന് ഭയങ്കരമായിട്ടുള്ള ഈ കയറ്റിറക്കങ്ങളുടെ ഒപ്പം തന്നെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അതിലും ഈ ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ട്. ഈ സിനിമ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പറഞ്ഞ പോലെ മുൻമാതൃകളില്ലാത്ത തരത്തിൽ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ത്രില്ലറായി മാറാം, അങ്ങനത്തെ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ അന്ന് ഉണ്ടായിരുന്നു ശരിക്കും ഇതിന്റെ ഈ ഒരു റീച്ച്, റെസ്പോൺസ്? 100%. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വായിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു
ഇതുണ്ടായിരുന്നു 100% ഇതൊരു എവിടെ നമുക്ക് ഏത് ഫിലിം ഫെസ്റ്റിവലിലും അയക്കാൻ പറ്റും ആ ലെവൽ മീൻസ് ഇത് ഇന്റർനാഷണലി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് കണ്ടന്റാണ് ഇത്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടന്റാണ്. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യത്തോടെ പറയാൻ പറ്റും ഇത് ഒറിജിനൽ കണ്ടന്റ് ആണെന്നുള്ള ധൈര്യത്തോടെ പറയാൻ പറ്റും. കാരണം നമ്മൾ എത്രയോ പടങ്ങൾ കാണുന്നുണ്ട്, ഇൻ്റർനാഷണൽ മൂവീസ് എല്ലാ പടങ്ങളും കണ്ടിട്ടും എനിക്ക് അതാണ് ഞാൻ ഭാവനോട് പറഞ്ഞത്, ഇതാരും എവിടെയും ആരും പറയില്ല ഓക്കെ ഇതിന് സാമ്യത എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പം ദൃശ്യത്തിൻ്റെ പറയുന്ന ആ ഒരു കണ്ടന്റുള്ള ഒരു ചെറിയൊരു സാധനം ഉണ്ടല്ലോ, പക്ഷെ ബാക്കി നോക്കിയാൽ എവിടെയാണ് അതെ പല എന്താ പറയാ അകത്തെ പേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ സാമ്യതകൾ വന്നാലും കണ്ടന്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സ്ട്രോങ് ഒരു ഒറിജിനൽ കണ്ടന്റിൻ്റെ സ്ട്രോങ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യം, സത്യത്തോടെ ഒരു റെഫറൻസും ഇല്ലാതെ. ഇപ്പം പറഞ്ഞല്ലോ മറ്റേ മൂവിയില്ലേ നമ്മുടെ ബിജുമേനൻ്റെ ആർക്കറിയെല്ലാം വന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ ഇത് നമ്മളായിട്ട് എന്നിട്ട് ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ അയ്യോ ഇത് നമ്മളെ എന്താ പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഇതെല്ലാം എഴുതി റെഡിയായിട്ട് എഴുതി കഴിഞ്ഞാൽ. പക്ഷേ ഓക്കെ അതൊന്നും നമുക്കൊരു ടെൻഷനേ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അല്ലാതെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും അതൊന്നും അല്ല എന്നുള്ള ദൃശ്യമായിട്ട് കമ്പാരിസൺ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ പെർട്ടിക്കുലർ സീക്വൻസിന്റെ അല്ല, അതായത് ഈ പറഞ്ഞ ഒരു ഫാമിലിക്കുള്ളിലെ ഇവരുടെ ഈ പറഞ്ഞ ത്രില്ലർ സ്വഭാവങ്ങൾ, ലാസ്റ്റ് ട്വിസ്റ്റ്, അത്തരത്തിലുള്ള കമ്പാരിസൺ ആയിട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള സാധനമൊന്നും വന്നില്ല. അതാണ് നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാ രീതിയിലും നമുക്കിത് വർക്കൗട്ട് ആവുന്നുള്ളത്. എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമയായിട്ട് മാറിയിട്ടുണ്ട് കിഷ്കിന്ധാകാന്ഡം. അവിടെ ഒപ്പം തന്നെ നിങ്ങളുടെ ഫെല്ലോ ഫിലിം മേക്കേഴ്സ്, ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, അവിടെ ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ ഒരു എന്താ പറയുക പൈറേറ്റഡ് കണ്ടന്റ് ഭയങ്കര ലൈവായിട്ട് പോകുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡം അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരുമിച്ചിറങ്ങിയ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട സിനിമയുടെ പൈറേറ്റ് കണ്ടന്റ് വരുന്നു. നാളെ കിഷ്കിന്ധാകാന്ഡത്തിന് വരാതിരിക്കാം. ഇതിൽ നമുക്കൊരു ഷുവറിറ്റി ഇല്ലല്ലോ, ഇത് വരില്ല എന്ന് പറയാൻ മാത്രമായിട്ട്. ഇത് ഇവിടുന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ പല ആവർത്തി വർഷങ്ങളായിട്ട് സ്റ്റോപ്പ് പൈറസി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രേമം പോലൊരു സിനിമയുടെ സമയത്ത് വലിയ വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദിൻജിത്ത് എന്ന ഈ പറഞ്ഞ ഫിലിം എന്തസിയാസ്റ്റ്, ഫിലിം മേക്കർ, ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ പൈറസി എങ്ങനെ കാണുന്ന പ്രശ്നമാണ്, ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റും കൂടെ എങ്ങനെയാണ്? അല്ല ഭയങ്കര സങ്കടം ആക്ച്വലി. എന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ല ആക്ച്വലി പല ഗ്രൂപ്പ്സിലും ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ആഗ്രഹത്തിൽ ആൾക്കാർ ഇതിന് സ്പോയിലർ എല്ലാം എഴുതിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യം. അതെ അതും പൈറസി തന്നെയാണ്. അത് ഞാൻ എന്നിട്ട് പല ഗ്രൂപ്പ്സിലും ഞാൻ പേഴ്സണലി പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സങ്കടം. എന്താ പറഞ്ഞാൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ഒരു മൂവി ഉണ്ടാക്കിയിട്ട് ഈസി ആയിട്ടാണ് ഇവർ എഴുതുന്നത്. സ്പോയിലർ അലേർട്ട് എന്ന് എഴുതുന്നുണ്ടെന്ന് മേലെയുണ്ട്, പക്ഷെ 100% ഞാൻ ആലോചിച്ച് നോക്കി സ്പോയിലർ ആൾക്കാർ വായിക്കും. അപ്പോൾ അത് എന്ത് സന്തോഷം അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ഓക്കെ ഇത് 100% ചർച്ച ചെയ്യപ്പെടണം ഒരു മൂവി. ആ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ആ മൂവീൻ്റെ വളർച്ച. ആക്ച്വലി ഈ കാലത്തും ഇത് ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ അത് ഇപ്പോഴും തന്നെ ഒരു 3 ദിവസത്തിൽ തന്നെ ഇവർ അതിന് ടോട്ടൽ കണ്ടന്റ് ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ട് ആൾക്കാരോട് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടകരമായ. അതേപോലെ ഈ ടെലിഗ്രാമിൽ വന്നത് ഭയങ്കര നമുക്കെന്നെ ഷോക്കിംഗ് ആണ്. ഇത്രയും ഒരു 3 ദിവസത്തിൽ തന്നെ ടെലിഗ്രാമിൽ ഇത് നമ്മളെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് സമയത്തും വരാം. അപ്പം മാറ്ററാണ്. ഇപ്പൊ അജയന്റെ രണ്ടാം വർഷം എന്ന് പറഞ്ഞാൽ അത്രയും ബഡ്ജറ്റ് മൂവിയാണ്. ഈ മൂവിക്കെല്ലാം പോയിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് ആൾക്കാർ ഒരു 20% ആൾക്കാർ തന്നെ ഇതിലങ്ങ് കണ്ടിട്ട് ഇത് മതി എന്നുള്ള സംഭവത്തിലേക്ക് വരും. അപ്പോൾ 100% ഈ ടെലിഗ്രാമിൻ്റെ എല്ലാം കാര്യത്തിൽ കുറച്ച് കൺട്രോൾ വേണമെന്നുള്ളത് എപ്പോഴും ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളും ടെലിഗ്രാമിലൂടെ കാണുന്നുണ്ട്, പക്ഷേ അത് വിചാരിച്ചിട്ട് പൈറേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ മൂവിയൊന്നും ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ലൈഫിൽ കണ്ടില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് പല മൂവീസും പല ഇൻ്റർനാഷണൽ മൂവീസ് എവിടെയും കിട്ടില്ല. അപ്പോൾ ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇത് വിചാരിച്ചിട്ട് നമ്മൾ പുതിയൊരു മൂവി കാണുക
ഭയങ്കര ഭയങ്കര സങ്കടം. ഞാൻ അതാണ് എനിക്ക് ഈ സ്പോയിലർ അലേർട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു, പലരും ഈ സിനിമയുടെ കഥ പറയില്ല ഏത് പടമാണേലും, പകരം പറയും മറ്റേ സിനിമയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഈ പറയുന്ന ഇരട്ട സിനിമ ഇറങ്ങിയപ്പോ ഇരട്ടയെ പറ്റി ഒന്നും പറയുന്നില്ല, ഓൾഡ് ബോയുടെ ഇൻസിഡൻസിന് അത്രയും വന്നില്ല എന്ന് പറയുന്നത്. അതിലിപ്പോ ഒന്നും നമുക്ക് പറയാനില്ല. അങ്ങനത്തെ എഴുത്തുകളും പ്രശ്നമാണ്. അല്ല, ഒരു കമ്പയർ ചെയ്യുന്നതന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നമ്മുടെ മൂവിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ചില മൂവി ഇപ്പം ഈ ഒരു മൂവിനെ പറയുന്നു, അപ്പോൾ ആ മൂവിനെ കാണാൻ അവർ ശ്രമിക്കും. ആ രീതിയിൽ ഇവരുടെ ഹോപ്സ് ഭയങ്കരമായിട്ട് കയറും. അതെ അതെ അതെ. എന്തായാലും ഇതെല്ലാം അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു ചന്ദ്രകാന്തത്തിന് ഇനിയുള്ള ജേണിക്കും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും താങ്ക് യു സോ മച്ച്. യെസ്.